അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ നിത്യേന ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, ദിവസം 5 വക്ത് നിസ്കാരങ്ങളിലായി 17 തവണ ഓതുന്ന സൂറത്താണ് ഫാത്തിഹ. വിശുദ്ധ ഖുർആനിൽ ആദ്യം ഓതുന്നതും അതുപോലെ തന്നെ എന്തിനും ഒരു ദുആ ചെയ്യുമ്പോൾ പോലും പാരായണം ചെയ്യുന്ന സൂറത്താണ് ഫാത്തിഹ സൂറത്ത്. അതിൻ്റെ കുറച്ച് ഗുണങ്ങളും മഹത്വങ്ങളുമാണ് പറയാൻ പോകുന്നത്. ഫാത്തിഹ സൂറത്തിൻ്റെ ഒട്ടനവധി പേരുകളിൽ ഒരു പേരാണ് ഷിഫ എന്നുള്ളത്. അതുപോലെ ഉമ്മുൽ ഖുർആൻ എന്നത്, അതായത് ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മ എന്നാണ്. ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സൂറത്തിന് എത്ര മഹത്വം ഉണ്ട് എന്നുള്ളത്. ഒരു ദിവസം 5 നേരത്തെ നിസ്കാരങ്ങളിലായി 17 തവണ നമ്മൾ ഫാത്തിഹ സൂറത്ത് ആവർത്തിച്ച് ഓതുന്നുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും നമ്മൾ ഓതാറുണ്ട്. അതുപോലെ പനിയുള്ളവർ 40 ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ച വെള്ളം തളിക്കുന്നത് ശക്തമായ പനിയിൽ നിന്നും ശിഫ നൽകുന്നതാണ്. അതുപോലെ തന്നെ രോഗിയുടെ മേലിൽ ഫാത്തിഹ സൂറത്ത് ഓതി ഊതുകയാണെങ്കിൽ അവരുടെ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്ത് കൊണ്ട് ആവശ്യം പൂർത്തീകരിക്കുന്ന ഒരു വഴിയാണ് സുബ്ഹ് നിസ്കാരത്തിൻ്റെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിൽ 41 തവണ ഫാത്തിഹ ഓതുന്നത് നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തിയാകാൻ കാരണമായി തീരും. അതുപോലെ മുറിവൊക്കെ ഉണ്ടായാൽ മരുന്ന് വെച്ച് അവിടെ 7 തവണ ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചാൽ മുറിവ് വേഗം ഉണങ്ങുന്നതാണ്. അതുപോലെ ഇരുലോകത്തും വിജയിക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിലും ആഖിറത്തിലും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ജുമുഅ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ 7 തവണ ഫാത്തിഹ സൂറത്തും 7 തവണ ഇഖ്ലാസ് സൂറത്തും 7 തവണ ഫലക്ക് സൂറത്തും 7 തവണ നാസ് സൂറത്തും ഇങ്ങനെ കണക്ക് വെച്ച് ഓതിയിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ഇതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഫാത്തിഹ സൂറത്തിൻ്റെ മഹത്വം പ്രാവർത്തികമാക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ.